അപ്പോൾ നമ്മൾ വീണ്ടും ബിസ്മി യൂസ്ഡ് കാർസിലാണ് എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 5000 മുതൽ 25000 വരെയാണ് ഇപ്പോൾ ഓഫർ, മൺസൂൺ ഓഫറായിട്ട് കാറുകൾക്ക് കൊടുക്കുന്നുണ്ട്. അല്ലേക്കാ മൺസൂൺ ഓഫറായിട്ട് നമ്മൾ കൊടുക്കണേ. ആദ്യം തന്നെ നാനോ ആണല്ലേ 2017 മോഡല് 18 രജിസ്ട്രേഷൻ 17 മോഡല് ഓട്ടോമാറ്റിക് ആണ് വരുന്നല്ലേ. ഓട്ടോമാറ്റിക്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 1.5 ലക്ഷം റുപ്യ. നെഗോഷ്യബിൾ ആണോ റേറ്റും കാര്യങ്ങളൊക്കെ? ഒരു 5 റുപ്യ വീണ്ടും കുറച്ച് കൊടുക്കാം. വീണ്ടും കുറച്ച് കൊടുക്കല്ലേ? തട്ടില്ല മുട്ടില്ല, ഒന്നുമില്ല. വരിക കാണുക, ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ? ആ പിന്നെ ഏതാ ഞാൻ വരുന്നേ? പിന്നെ 2014 സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ. 2000 ഏതാ പറഞ്ഞേ? 14 സിംഗിൾ ഓണർഷിപ്പ്, പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി, എസിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർ, ഡിക്കി തുറക്കാൻ പറ്റാത്തത് അല്ലേ? ST ആണ് വരുന്നത് അല്ലേ? തട്ടില്ല മുട്ടില്ല, യാതൊരുവിധ കംപ്ലൈന്റുകളും ഇല്ലാത്ത അടിപൊളി ഒരു വെള്ള വണ്ടി അല്ലേ? ലാസ്റ്റ് എത്രയാണ്? 80 റുപ്യ. 80,000 റുപ്യക്ക് കൊടുക്കാം. വീണ്ടും ഒരു നാനോട് വരുന്നത് 14 മോഡലാണ്. ഇത് AC മാത്രം ഉള്ളതാണ്. ഇത് നമ്മൾ 50 റുപ്യ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും ചെറുമാട്ടത്തിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കല്ലേ? 50 എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇതൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ എത്ര വരെ ഉണ്ട്? 29 വരെ ഉണ്ടാവും. 29 വരെ ഉണ്ട്. അതായത് ചെറിയൊരു ബൈക്ക് എടുക്കണ പൈസക്ക് നമുക്ക് ഒരു കാറ് സ്വന്തമാക്കല്ലേ? 2007 മോഡല് ഹോണ്ട സിറ്റി. 2007 മോഡലാണ് വരുന്നത്. ഹോണ്ട സിറ്റി അല്ലേ? AC ഒക്കെ വർക്കിങ്. ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? 4 ആളായിട്ടുണ്ടല്ലേ? റണ്ണിങ് എത്ര? ഇത് 1 ലക്ഷം. നമ്മൾ 1 ലക്ഷം റുപ്യ എല്ലാ വീഡിയോയിലും ചോദിച്ചത്. ഇപ്പോൾ മഴ ഇതില്ല, നിലവിൽ 5000 റുപ്യ കുറച്ച് കൊടുക്കാം. മഴ ചെയ്തോണ്ട് ഒരു 5000 റുപ്യ കുറച്ച്. അപ്പോൾ 95,000 റുപ്യക്ക് ഒരു അടിപൊളി അത്യാവശ്യം മൈലേജും കിട്ടുന്ന വണ്ടി അല്ലേ? വാഗണർ 2010 പുതിയ പേപ്പർ എടുത്ത വാഗണർ. ഇത് 1.25 1.30 ചോദിച്ചത്. 1.15 കൊടുക്കാം. 1,15,000 റുപ്യക്ക് 2000 കുറച്ച് വിലയാണ്. 1.15. 1.15. ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? 3 ആളായിട്ടുള്ളത്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. LPG ഉണ്ട്. അപ്പൊ മൈലേജ് പിന്നെയും കിട്ടും. 5 കൊല്ലം. പുതിയ പേപ്പറിൽ 5 കൊല്ലമുള്ളത്. തൊട്ടടുത്ത് സെലേറിയോ 2014 സെലോറിയ. എങ്ങനെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? രണ്ടാമത്തെ കിലോമീറ്ററോ? 65,000 ഓടിയിട്ടുള്ളൂ. 65,000 ഓടിയിട്ടുള്ളൂ. VXI നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 2.70 10 റുപ്യ കുറച്ച് 2.60 കൊടുക്കാം. ഒരു 10 റുപ്യ അവിടെ കുറച്ചല്ലേ? സെലേറിയോ VXI വേരിയന്റ് അല്ലേ? 2.40 വരെ ലോണ് കിട്ടും. അപ്പൊ നമ്മൾ എത്രയ്ക്ക് കൊടുക്കണേ? 2.60. അതായത് ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെലേറിയോ ഇറക്കാം അല്ലേ? ഇറക്കാം. ഒരു 800 എടുക്കണ്ടല്ലോ. അത് 2008 മോഡല്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് തോന്നുന്നു. നല്ല വണ്ടിയാ. 8 മോഡല്. പഠിക്കാൻ മാത്രമല്ല, ചെറിയൊരു വീട്ടാവശ്യത്തിന് വരെ പറ്റണ വണ്ടി. 75 റുപ്യ. 75,000 റുപ്യ. നെഗോഷ്യബിൾ ആണോ? 75,000 അത് കുറയില്ല. ഇനി അതിലൊന്നും ഇല്ലല്ലേ? AC ഉള്ള വണ്ടിയാണ്. ഒരു ഹ്യുണ്ടായിന്റെ തന്നെ അടുത്ത സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ സിംഗ് അല്ലേ? അതെ അതെ. സാൻഡ്രോ സിംഗ് ഏതാണ്? ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓണർഷിപ്പ് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അതെ. ഒരു കിടിലൻ ബ്ലാക്ക് വണ്ടി. അതെ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? ഇത് നമ്മൾ 1 ലക്ഷം ചോദിച്ചിരുന്നു. പിന്നെ പെരുന്നാൾ ഓഫറായിട്ട് 99,000 ആക്കി. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് മഴക്കാല ഓഫർ 95,000 റുപ്യ ഫൈനൽ പ്രൈസ് ആക്കിയിട്ടുണ്ട്. 95,000 റുപ്യ ഫൈനൽ ആയിട്ട് കൊടുക്കണല്ലേ? അതെ അതെ അതെ. ഓക്കെ. കിടിലൻ വണ്ടികൾ ബാക്കിലുണ്ടല്ലോ. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ZN ഉണ്ട്. 2007 മോഡൽ തന്നെയാണ്. 2007 മോഡലാണ്. ഇത് നമ്മൾ 75 ചോദിച്ചിരുന്നു, 70 ആക്കി. ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 65 രൂപ. 65 റുപ്യ കൊടുക്കാണ്. ഇതിന് പിന്നെ ഓണർഷിപ്പും കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. അത്യാവശ്യം ആയിട്ടുണ്ടോ? ചെറിയ വണ്ടികളാണ്. അടുത്തൊരു ആൾട്ടോ. അതേപോലെ തന്നെ 2007 ആണ്. LXI. ഇതും നമ്മള് സെയിം പ്രൈസ് തന്നെ ചോദിക്കുന്നത്. 65,000 രൂപ. 65,000 റുപ്യക്ക് നമുക്ക് ടോട്ടൽ എത്ര വണ്ടികൾ കൊടുക്കാണ്ട്? നമ്മളടുത്ത് 3 വണ്ടികൾ കൊടുക്കാണ്ട്. 2 ZN ഒരു ആൾട്ടോയും കൊടുക്കാണ്ട്. 3 2007 ആണ്. ഒക്കെ LXI VXI വേരിയൻസിൽ നിൽക്കുന്ന വണ്ടികൾ തന്നെയാണ് 3.
ഓക്കെ, ഇതാണ് മൂന്നാമത്തെ വണ്ടി അല്ലേ? ഇതാണ് മൂന്നാമത്തെ വണ്ടി. അതെ, ബ്ലാക്ക്. മൂന്നും ബ്ലാക്ക് കളർ. അതെ, എത്ര കിലോമീറ്റർ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ടാവും? 1 ലാഖിന്റെ മൂന്നെണ്ണത്തിന് ഏതാണ്ട് ഈക്വൽ ആയിട്ട് റേഞ്ച്. മേജർ ആക്സിഡന്റോ കാറിലോ തട്ടലോ മുട്ടലൊന്നുമില്ല. അത് നമുക്ക് പിന്നെ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങിയാൽ മതി. അത്രേ ഉള്ളൂ. അതന്നെ. അങ്ങനെ 3 വണ്ടികളാണ് 65,000 രൂപയ്ക്ക്. മോഡൽ ഏതാ പറഞ്ഞത്? 2007 മോഡൽ. അപ്പൊ പിന്നെ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുള്ള മറ്റൊരു വെറൈറ്റിയും കൂടിയാണ് നമ്മളെ പവർ സ്റ്റിയറിംഗും എ സി ഉള്ള നമ്മളെ മാരുതി 800. അത്യാവശ്യം അൾട്രേഷൻ വർക്കും ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അത്യാവശ്യം വർക്കും ചെയ്തിക്കണ്. ഇത് 2007 തന്നെയാണ്. ഇത് നമ്മള് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 50,000 നമ്മൾ ചോദിക്കുന്നത്. 50,000 രൂപയ്ക്ക്. അതെ, ആ റേഞ്ചിലാണ്ട് കൊടുക്കല്ലേ? കൊടുക്കാം. ഓക്കെ, തൊട്ടടുത്ത് നമ്മുടെ ഒരു റിക്സ് കിടക്കുന്നുണ്ട്. റിക്സ് 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചോദിക്കണത് എങ്ങനെയാ പറഞ്ഞത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.25 ചോദിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ 2.70 ആക്കിയിട്ടുണ്ട് ഫൈനൽ പ്രൈസ്. 2.25 ചോദിച്ചിരുന്നു, ഇപ്പൊ 2,70,000 രൂപ ആക്കിയിട്ടുണ്ട്. 70. ഇത് ലോണോ കാര്യങ്ങളോ ഉണ്ടാവൂല? ഓ, ലോണ് കിട്ടും. വണ്ടിക്ക് ലോണ് കിട്ടും. എത്ര കിട്ടുക? 2-2.5 കിട്ടും. 2.25 വരെ ലോണും കിട്ടുമല്ലോ നമുക്കിതില്. ആ, ഓക്കെ. അപ്പൊ ചെറിയൊരു പൈസക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് നമ്മളെ ഫോർഡ് ഫിഗോ 2012 1.3 ലിറ്റർ TDCA എഞ്ചിനാണ്. നല്ല അടിപൊളി ഡീസൽ എഞ്ചിനാണ്. നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടും. ഇത് 4 ഓണർഷിപ്പ് ആയിട്ടുണ്ട് വണ്ടി. അതുപോലെ തന്നെ 4 പുതിയ ടയർ ഉണ്ട്. എഞ്ചിന്റെ ഇഞ്ചക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വർക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ. അതെ. 2 കിടിലൻ ആൾട്ടോ 800. മെയിൻ്റെനൻസ് കുറവ്, മൈലേജ് അത്യാവശ്യം കിട്ടും. ഓക്കെ, ഏതൊക്കെ മോഡൽ എങ്ങനെയൊക്കെയാണ്? ഇത് 2014 സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 85,000 കിലോമീറ്റർ ഓടിക്കണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 1.25 ചോദിക്കുന്നത്. അതെ, ഓ, ഇതിനൊക്കെ ലോൺ കിട്ടും. എത്ര കയറും? 1.5 ലോൺ കിട്ടും. അപ്പൊ ചെറിയൊരു പൈസക്ക് നമുക്ക് ഇറക്കാം. ചെറിയൊരു വണ്ടി ഇറക്കാം. അതെ, തൊട്ടടുത്ത് വീണ്ടും ഒരു 800. 2018. ഇതും സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ഏകദേശം 70,000 കിലോമീറ്ററിന് അടുത്ത് ഓടിക്കണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? നമ്മൾ ചോദിക്കുന്നത് 2,20,000 2,20,000 രൂപ അല്ലേ? അതെ, ഇതിന് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. എത്ര കിട്ടുക? 2 രൂപയൊക്കെ ലോൺ കിട്ടും. സിവിലൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു 2 രൂപ റേഞ്ചിൽ നമുക്ക് ലോൺ കിട്ടുമല്ലേ? ചോദിക്കുന്ന എത്ര? 2,20,000 രൂപ. അതായത് വെറും 20,000 രൂപ ഉണ്ട്. സിവിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഇപ്പോൾ 2006 തവേര ഉണ്ട്. 2006 തവേര വേർഷൻ നിയോ വേർഷൻ ഒക്കെയാണ്. അലോയ് വീലൊക്കെ വരുന്ന മോഡലാണ്. കഴിഞ്ഞ വർഷം 2 ടവേര ഉണ്ടായിരുന്നു, അതിലൊന്നും ഇപ്പൊ പോയി. ഇനിയിപ്പോ നമ്മുടെ അടുത്ത് ഇതും കൂടിയേ ഉള്ളൂ. ഇതെങ്ങനെ ഇപ്പൊ ചോദിക്കണേ? നമ്മൾ ചോദിക്കണത് 1,70,000 രൂപ ചോദിക്കുന്നത്. 1,70,000. ഇപ്പൊ നമ്മളെ സ്കൂളൊക്കെ തുറക്കുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റിയൊരു വണ്ടി. ഇതിപ്പോ നമ്മള് ഫൈനൽ പ്രൈസ് 1.60 ആക്കിയിട്ടുണ്ട്. 1.60 ഓഫർ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. മൺസൂൺ ഓഫർ ആയിട്ട് നമ്മള് 1.60 ആക്കിയിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്തൊരു 7 സീറ്റർ വണ്ടി. തൊട്ടടുത്തൊരു 7 അപ്പൊ ഇതിന് ഓഫർ ഉണ്ടാവല്ലോ. ഇതിന് നമ്മൾ മഴക്കാലം ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മളിത് 2.5 ചോദിച്ചു, 2.25 ചോദിച്ചു, 2 ചോദിച്ചു. ഇപ്പൊ നമ്മള് ലാസ്റ്റ് 1.90 നമ്മള് 1.90 ഫൈനൽ ചെയ്ത് കൊടുക്കാം. അതെ. ആ റേറ്റ് വരുള്ളല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2015 മോഡല്. റീപ്ലേസോ ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 7 സീറ്റർ കിടിലൻ വണ്ടിയല്ലേ? അതെ. നല്ല അത്യാവശ്യം മൈലേജും 15-16 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു മാരുതിന്റെ സ്വിഫ്റ്റ് ആണ് ഇനിയുള്ളത്. 2013 മോഡല്. BDI വേർഷനിൽ നിൽക്കണ. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,25,000 രൂപ ചോദിക്കുന്നത്. 3,25,000 രൂപയ്ക്ക്. അതെ. 2013. ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെ? ഓണർഷിപ്പ് 4 ഓണർഷിപ്പ് ആയിട്ടുണ്ടല്ലേ? തട്ടില്ല മുട്ടില്ല, അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. പിന്നെ അടുത്ത് തന്നെ ടൊയോട്ടയുടെ ഇറ്റിയോസ് ലീവ വരുന്നുണ്ട്. ലീവ ജി. ഇത് പെട്രോൾ വേരിയന്റ് ആണ്. പക്ഷെ ആ പെട്രോൾ വേരിയന്റ് കൂടി അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അടിപൊളി എഞ്ചിനാണ് വരുന്നത്. നമ്മൾ ചോദിക്കണ എങ്ങനെ റേറ്റ്? ഇതിന് 2 രൂപ ചോദിക്കുന്നത്. 2 ലക്ഷം ചോദിക്കുന്നത്. ലാസ്റ്റ് 2 രൂപ കണ്ടു കൊടുക്കല്ലേ? ലാസ്റ്റ് 2 രൂപ കൊടുക്കാം. മൺസൂൺ ഓഫർ എന്തെങ്കിലും ഉണ്ടാവുക ചെറുമട്ടത്തിലൊക്കെ?
ഇത് നമ്മളിത് പാർക്കിംഗ് സെയിലാണ് നമ്മള് വേറൊരു പാർക്കിംഗ് സെയിലാണല്ലേ? സെയിലാണ്. അതെ. ഓക്കെ, വീണ്ടും ഒരു ടൊയോട്ടന്റെ മറ്റൊരു വണ്ടി കൂടി നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതേതാ? ഇതൊരു ഇറ്റിയോസ് തന്നെയാണ്. ഇറ്റിയോസിന്റെ ഡിക്കുള്ള സെഡാൻ വേർഷൻ ആണ്. സെഡാൻ വേർഷൻ ആണ് വരുന്നത്. അതെ. അപ്പൊ എങ്ങനെ നമ്മൾ ചോദിക്കണേ? 2015 മോഡല്, 3rd ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 1.5 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 3,60,60,000 രൂപ ചോദിക്കുന്നത്. 360 അല്ലേ? അതെ. ഓ, അടിപൊളി. സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വർക്ക് എടുത്തൊരു വണ്ടിയാണല്ലേ? എടുത്തൊരു വണ്ടിയാണ്. അതെ. ഒരു കിടിലൻ ഇന്നോവ എടുക്കണ്ടല്ലോ. അതെ, ഇന്നോവ 2013 മോഡലാണ്. ഇന്നോവ വി ആണ് വേർഷൻ വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ ചോദിക്കണ എങ്ങനെ? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.25 ലക്ഷം ചോദിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ മൺസൂൺ കാല ഓഫർ നമ്മൾ ഇതിന് കൊടുക്കണല്ലോ ഓഫറൊക്കെ. അതെ. നമ്മൾ 6 ചോദിച്ചു, 6.25 ചോദിച്ചു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പ്രൈസ് മൺസൂൺ കാല ഓഫർ ആയിട്ട് നമ്മൾ 6 ലക്ഷം ചോദിക്കുന്നത് ലാസ്റ്റ് പ്രൈസ്. അതായത് 25,000 റുപ്യ കുറച്ചിട്ടാണ് ഇന്നോവ കൊടുക്കുന്നത്. അതെ.